മറ്റാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാകാം. അതല്ല എങ്കിൽ അഫാൻ എവിടെയാകും കാത്തുനിൽക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു തിരിഞ്ഞുനോട്ടമായിരിക്കാം. അങ്ങനെ മുക്കുന്നൂറിന്റെ പ്രധാന ടൗൺ കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നതിനിടയിൽ എവിടെയോ വെച്ച് അഫാൻ വാഹനത്തിൽ കയറ്റി, ബൈക്കിൽ കയറ്റി ഈ ഫർസാനയുമായിട്ട് മുമ്പോട്ട് നീങ്ങുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 3:32 ഉള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ 4 മണിക്കാണ് അതിദാരുണമായി അവൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതായത് സഹോദരൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവനെ ഉപായത്തിൽ കുഴിമന്തി വാങ്ങാനെന്ന പേരിൽ വെഞ്ഞാറമൂട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം വീട്ടിലേക്ക് തിരികെ കയറിയ അഫാൻ അതിക്രൂരമായി മുകളിലത്തെ നിലയിൽ ഒരു കസേരയിൽ ഇരുത്തി ഈ 22-കാരിയെ ക്രൂരമായി കൊല ചെയ്യുകയായിരുന്നു. ആ ഞെട്ടലിൽ നിന്ന് ഈ നാട് ഇപ്പോഴും മുക്തമായിട്ടില്ല. അതിനിടയിലാണ് ഈ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന, താൻ ഏറെ സ്നേഹിച്ച തന്റെ പ്രിയപ്പെട്ടവനെ വിശ്വസിച്ച് അവന്റെ ഫോൺ കോൾ കേട്ട് അവനൊപ്പം ഇറങ്ങിപ്പോയ ഫർസാനയുടെ ഈ വേദന